പള്ളിക്കൂദാശ, നാലാം ഞായർ, മിശിഹായുടെ രാജത്വ തിരുനാൾ. മത്തായി 22:41 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുനാഥൻ്റെ രാജത്വ തിരുനാൾ ഒരു നാൾ രാജകീയമായി ആഘോഷിക്കപ്പെട്ടിരുന്നതാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. അതിൻ്റെ അന്തരാർത്ഥത്തെക്കുറിച്ച് അന്ന് അധികമൊന്നും ചിന്തിച്ചിരുന്നില്ല. നീ രാജാവാണോ എന്ന പീലാത്തോസിൻ്റെ ചോദ്യത്തിൻ്റെ പശ്ചാത്തലം പരിഹസിക്കപ്പെടലും പീഡാനുഭവവും മരണവുമായിരുന്നു. ഒരു രാജാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭാവനയിൽ പോലും കാണാൻ സാധിക്കാത്ത ഒരവസ്ഥ. പീഡാസഹനത്തിന് മധ്യേ ഉണ്ടായ മുൾക്കിരീടം അണിയിക്കലും ചുവന്ന അങ്കി അണിയിക്കലും അതിനുശേഷമുള്ള അധിക്ഷേപിക്കലും കുരിശിൽ കിടന്ന് മരിക്കുമ്പോൾ ശിരസിന് മുകളിൽ പതിക്കപ്പെടുന്ന ഫലകവുമൊക്കെ യൂതന്മാരുടെ രാജാവ് എന്ന സംജ്ഞ ഒരു പരിഹാസനാമമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നവയാണ്. അങ്ങനെയൊരു ക്രിസ്തുവിനെ രാജാവായി എങ്ങനെ അംഗീകരിക്കും? അന്നും ഇന്നും അതിന് ആരും തയ്യാറാവുകയില്ല. ക്രിസ്തു രാജ്യത്തെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിനും അപ്പുറത്തേക്ക് നമ്മുടെ ചിന്തകൾക്ക് പോകേണ്ടി വരും. രാജാവ് എന്ന സംജ്ഞയ്ക്ക് രക്ഷകൻ എന്ന അർത്ഥം കൊടുക്കുകയാണെങ്കിൽ കുരിശിൽ കിടന്നുകൊണ്ട് നല്ല കള്ളൻ എന്ന് വിശേഷിക്കപ്പെട്ടവന് ഈശോ സുഖരാജ്യം വാഗ്ദാനം ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ ഒരു വെളിപാടായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു കടന്നുപോകലിലൂടെയാണ് അവിടുന്ന് തൻ്റെ രാജ്യത്തിലേക്ക് കടന്നു ചെന്നത്. അങ്ങനെയെങ്കിൽ അവിടുന്ന് പറഞ്ഞതുപോലെ അവിടുത്തെ രാജ്യം ഐഹികമല്ല, മരണത്തിലൂടെ കടന്നുപോയി ഉത്ഥാനത്തിലൂടെ പൂർത്തിയാകുന്ന ക്രിസ്തുവിൻ്റെ രാജകീയമായ സ്വകരാജ്യ പ്രവേശനവും പ്രഖ്യാപനവുമാണ് സ്വർഗത്തിൽ നടന്നത്. മനുഷ്യാവതാരത്തിലൂടെ ആരംഭിച്ച ഒരു രാജ്യത്തിൻ്റെ വെട്ടിപ്പിടിക്കലാണ് അവിടുത്തെ സ്വകരാജ്യത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാക്കിയത്. ഈ ലോകത്തിലുള്ളവരുടെ രാജ്യം കടന്നു പോകുന്നതാണ്. ശാശ്വതമല്ലാത്തത് നിലനിൽക്കാത്ത രാജ്യമാണ്. അതിലെ രാജകീയത താൽക്കാലികമാണ്, കടന്നു പോകുന്നതാണ്. നിത്യകാലം നിലനിൽക്കുന്ന ഒന്നാണ് സ്വർഗരാജ്യം. ഈ ലോകത്തിൽ നിന്നും കടന്നു പോകുന്നവരെല്ലാം എത്തിച്ചേരുന്നത് സ്വർഗരാജ്യത്തിലാണ്. അവിടെ നിത്യതയിൽ ക്രിസ്തുവിനെ രാജാവായി പ്രഖ്യാപിക്കുന്നത് പിതാവാണ്. അവിടുത്തേതാണ് രാജ്യവും അധികാരവും. അത് പിതാവ് പുത്രനെ ഏൽപ്പിക്കുന്നു. ഇത് നിത്യതയിൽ നടക്കുന്നതിനാൽ, സമയമില്ലാത്ത നിത്യതയിൽ നടക്കുന്നതിനാൽ നിരന്തരം നടക്കുന്ന ഒരു വെളിപ്പെടുത്തലായിരിക്കും ഇത്. ലോകാരംഭം മുതൽ ലോകാവസാനം വരെ ഈ ലോകത്തിൽ ജീവിച്ച് മരണത്തിലൂടെ കടന്നു പോകുന്നവരെല്ലാം എത്തിച്ചേരുന്ന ഇടമാണ് ദൈവരാജ്യം. അവരെല്ലാം ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായിരിക്കും. അവരുടെയെല്ലാം രാജാവായിരിക്കും ക്രിസ്തുനാഥൻ എന്ന വെളിപ്പെടുത്തലും ഉൾക്കാഴ്ചയുമുണ്ട് ഈ തിരുനാളിന്. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന വെളിപാടിൻ്റെ പുസ്തകത്തിലെ വെളിപ്പെടുത്തലും ഇതോടുകൂടി വായിക്കുമ്പോൾ ഈ ലോകത്തിന് സ്വകരാജ്യവുമായുള്ള ബന്ധവും തുടർച്ചയും മറ്റൊരു വെളിപ്പെടുത്തൽ കൂടിയാണ്. സകല സൃഷ്ടജാലങ്ങളും ഈ പ്രപഞ്ചം തന്നെയും സ്വകരാജ്യത്തിൻ്റെ ഭാഗമായി തീരുന്ന ഒരു പൂർത്തീകരണവും അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ്തു സമസ്ത ലോകത്തിൻ്റെയും രാജാവാകുന്നു. അതുവഴി പിതാവിന് പകരക്കാരനായിട്ടായിരിക്കും ക്രിസ്തു സ്ഥാനാരോഹണം ചെയ്യുന്നത്. ഈ ലോകത്തിൽ ദൈവപുത്രൻ എന്ന നിലയിൽ അവിടത്തേക്കുണ്ടായിരുന്ന ദൗത്യം സ്വകരാജ്യത്തിൻ്റെ പ്രഘോഷണവും പ്രഖ്യാപനവുമായിരുന്നു. മനുഷ്യപുത്രൻ എന്ന നിലയിലാണ് അവിടുന്ന് തൻ്റെ രാജകീയത്വത്തിൻ്റെ തുടക്കം കുറിച്ചത്. സ്വർഗത്തിലാണത് പൂർത്തിയാകുന്നത്. ഇസ്രായേൽ ജനത അവർക്ക് ലഭിച്ച രാജ്യത്തിൻ്റെയും രാജകീയത്വത്തിൻ്റെയും പൂർത്തീകരണം ക്രിസ്തുവിലൂടെ അനുഭവിക്കുമെന്നതിൻ്റെ ചരിത്രപരമായ ഒരു വെളിപ്പെടുത്തലും കൂടെയുണ്ട് ഈ തിരുനാളിൻ്റെ വിശാലാർത്ഥത്തിൽ. ഇസ്രായേൽ ജനതയുടെ ക്രിസ്തുവിലൂടെയുള്ള മോചനവും ഉയർത്തെഴുന്നേൽപ്പും ഈ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേലിൻ്റെയും കൂടെ രക്ഷകൻ എന്ന സംജ്ഞയും ക്രിസ്തുരാജ്യത്വ തിരുനാളിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം. യൂതന്മാരുടെയും രാജാവായിരിക്കും അവിടുന്ന് എന്ന ഉൾക്കാഴ്ച അവർക്ക് സ്വീകാര്യമല്ലെങ്കിലും ചരിത്രം അത് തെളിയിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. ഇസ്രായേലിൻ്റെ രക്ഷയും ക്രിസ്തുവിലൂടെ ആയിരിക്കുമെന്ന ഉൾക്കാഴ്ചയിലേക്ക് ആ ജനതയെ കൂടെ നമ്മുടെ മനസ്സിൽ സ്ഥാപിക്കുവാൻ പ്രേരകമാകും. ദാവീദിൻ്റെ പുത്രൻ എന്ന സംജ്ഞ അവിടുത്തേക്ക് ചേരുന്നത് അങ്ങനെയാണ്. രാജകീയത്വം പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നേടിയെടുക്കേണ്ടതാണ്. അത് യുദ്ധത്തിൻ്റെയും വിജയത്തിൻ്റെയും കഥയാണ്. യുദ്ധം ചെയ്ത് തിന്മയെ കീഴടക്കിയാണ് ഒരുവൻ രാജാവാകാൻ സാധിക്കുന്നത്. ജീവിതം തന്നെ ബലികഴിക്കുവാൻ തയ്യാറായാണ് ഒരുവൻ യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. അതിനാൽ രാജകീയത്വത്തിന് പൗരോഹിത്യവുമായി ബന്ധമുണ്ട്. ബലി അർപ്പിക്കുന്നവനാണ് പുരോഹിതൻ, ബലി അർപ്പിക്കപ്പെടുന്നവനുമാണ് പുരോഹിതൻ. ക്രിസ്തു അങ്ങനെ രാജാവും പുരോഹിതനുമായിരുന്നു. പുരോഹിതൻ ഇടയനുമാകുന്നു. താൻ നല്ല ഇടയനാണെന്ന് സ്വയം വിശേഷിപ്പിച്ച ഈശോ ഇടയനും ബലിമൃഗവുമായിരുന്നു.
ക്രിസ്തുവിൻ്റെ രാജകീയത്വത്തെ മനസ്സിലാക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഈ ഉൾക്കാഴ്ചയ്ക്കും സ്ഥാനമുണ്ടായിരിക്കണം. അവിടുത്തെ ജീവിതത്തിന് ഒരു പ്രവചനാത്മകതയും ഉണ്ടായിരുന്നു. അവിടുന്ന് വചനം പ്രഘോഷിച്ചു, അതിന് സാക്ഷിയായി വരാനിരിക്കുന്നവയെ അവിടുന്ന് മുൻകൂട്ടി അറിയിച്ചു. അതും രക്ഷയുടെ പ്രഘോഷണമായിരുന്നു. അങ്ങനെ ക്രിസ്തു രാജാവും പുരോഹിതനും പ്രവാചകനുമായിരുന്നു. ഈ ഉൾക്കാഴ്ചയും അവിടുത്തെ രാജകീയത്വത്തെ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കും. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന കർത്താവിൻ്റെ വാക്കുകൾ ദൈവരാജ്യത്തിൻ്റെ പാരത്രികതയെ വെളിവാക്കുന്നവയാണ്. ഇവിടെ ആരംഭിച്ച് സ്വർഗത്തിൽ പൂർത്തിയാക്കേണ്ട ഒന്നാണ് അവിടുത്തെ രാജ്യവും രാജകീയത്വവും. അതിൽ അന്തർലീനമായിരിക്കുന്നത് ഒരു രൂപാന്തരീകരണവും ഉയർപ്പുമാണ്. കർത്താവ് നിരന്തരം പഠിപ്പിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. നിൻ്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുവാനാണ് അവിടുന്ന് നമ്മെ പഠിപ്പിച്ചത്. അതൊരു അഭിലാഷവും പ്രാർത്ഥനയുമായി രൂപാന്തരപ്പെട്ടു. ദിവസം പല പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്ന ഈ പ്രാർത്ഥനയ്ക്ക് പിന്നിൽ ഒരപേക്ഷയും ആശംസയുമുണ്ട്. ക്രിസ്തു രാജാവായി സ്വയം പ്രഖ്യാപിച്ചില്ല. പിതാവിൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് അവിടുന്ന് പ്രഘോഷണങ്ങൾ നടത്തിയത്. അതിനെ സ്വീകരിക്കുവാൻ അവിടുന്ന് എല്ലാവരെയും പഠിപ്പിക്കുകയായിരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് നേരിട്ടും ഉപമകളിലൂടെയും അവിടുന്ന് പഠിപ്പിച്ചു. വരാനിരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാനാണ് അവിടുന്ന് പഠിപ്പിച്ചത്. എല്ലാവർക്കും പങ്കുപറ്റാവുന്ന ഒന്നായിരുന്നു ക്രിസ്തുവിൻ്റെ രാജകീയത്വം. രാജകീയ പൗരോഹിത്യത്തിൽ എല്ലാവർക്കും പങ്കുണ്ട്. എല്ലാവരിലും അന്തർലീനമായ ആഗ്രഹമാണ് മറ്റുള്ളവരെ ഭരിക്കണമെന്നുള്ളത്. ഒരുവൻ സകല ജീവജാലങ്ങൾക്ക് മുമ്പിൽ രാജാവാണ്. സിംഹം വനവാസികളായ എല്ലാ മൃഗങ്ങളുടെയും രാജാവാണെന്ന് നമ്മൾ ചിത്രീകരിക്കുന്നത് പോലെ ഉൽപ്പത്തിയുടെ പുസ്തകം അങ്ങനെയൊരു ആഗ്രഹത്തിൻ്റെ വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. ഉൽപ്പത്തി 1:28 പെറ്റുപെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിൽ വാഴുവിൻ, സകല ജീവജാലങ്ങളുടെയും മേൽ ആധിപത്യം പുലർത്തുക. എല്ലാ ജീവജാലങ്ങൾക്കും പേരിടാനുള്ള, അതായത് അവയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാനുള്ള അധികാരവും ദൈവം അവന് നൽകി. ഉൽപ്പത്തി 2:19 തുല്യരായവരിൽ ഒന്നാമനായി സ്വയം കരുതുന്നവനാണ് രാജാവ്. ഓരോ ഭവനത്തിലും സമൂഹത്തിലെ എല്ലാ ശ്രേണികളിലും ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. ഏതെങ്കിലും വിധത്തിൽ അധികാരത്തിലെത്തുന്നവരെല്ലാം സ്വയം രാജാവായോ രാജാവിന് തുല്യരായോ കണക്കാക്കും. അതിന് വിപരീതമായിരുന്നു കർത്താവിൻ്റെ മനോഭാവം. നിങ്ങൾ എന്നെ ഗുരുവും നാഥനും എന്ന് വിളിക്കുന്നു, എന്നാൽ ഞാൻ നിങ്ങളുടെ മധ്യേ ഒരു ദാസനെപ്പോലെയാണ്. ഒരടിമയെപ്പോലെ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ടാണ് ക്രിസ്തുനാഥൻ തൻ്റെ രാജകീയത്വത്തിൻ്റെ അന്തഃസത്ത വെളിപ്പെടുത്തിയത്. എളിമയാണ് അവിടുത്തെ രാജകീയ മഹിമ. ഞാൻ ഹൃദയശാന്തതയും എളിമയും ഉള്ളവനാണ്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക എന്നാണ് ശിഷ്യന്മാരെ അവിടുന്ന് ഉപദേശിച്ചത്. തങ്ങളിൽ വലിയവനാരെന്ന് അവിടുത്തെ ശിഷ്യന്മാരുടെ ചെറുസംഘത്തിൽ വാക്കുതർക്കമുണ്ടായപ്പോൾ ഒരു ശിശുവിനെ അവരുടെ മധ്യേ നിർത്തി ആ ശിശുവിനെ പോലെയാകുവാൻ അവിടുന്ന് അവരെ പഠിപ്പിച്ചു. ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവിൻ്റെ മനോഭാവത്തെ ഉൾക്കൊള്ളുവാൻ അങ്ങനെ തന്നെ നമ്മൾ പഠിക്കണം. അങ്ങിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കണം. ജനായത്വം അടിസ്ഥാന തത്വമായിരിക്കേണ്ട എല്ലാ പ്രസ്ഥാനങ്ങളിലും, എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളിലും, സന്യാസത്തിലും പൗരോഹിത്യത്തിലും ഉൾപ്പെടെ ഒന്നാം സ്ഥാനത്തിനു വേണ്ടിയുള്ള മത്സരവും പോരാട്ടവുമുണ്ട്. പ്രോട്ടോക്കോൾ എന്ന വാക്കിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന അധികാരമോഹം നമ്മൾ കാണാതെ പോകരുത്. മെത്രാനും സുപ്പീരിയറും മന്ത്രിയും മിനിസ്റ്റർ, പബ്ലിക് സർവൻറ്റ് ഒക്കെ എത്രമാത്രം അധികാരത്തിൽ തൂങ്ങിക്കിടക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ അധികം റിസർച്ച് ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. അധികാരികൾക്ക് വിധേയരും ശിൽബന്ധികളും ഉണ്ടായിരിക്കണം. അവർ തന്നെ വിധേയത്വത്തെ പുണ്യമായി ചിത്രീകരിക്കും. സമൂഹത്തിലെ എല്ലാ ക്രമീകരണങ്ങൾക്കും അത് ആവശ്യമാണെന്ന് അവർ വ്യാഖ്യാനിക്കും. അധികാരം എങ്ങനെ അശുദ്ധമായി തീരുന്നുവെന്ന് അധികമാരും ആത്മശോധന ചെയ്യുന്നില്ല. ദേവാലയ ശുദ്ധീകരണത്തിൽ അധികാരത്തിൻ്റെ ശുചീകരണത്തിനുള്ള യജ്ഞവും ഉണ്ടായിരുന്നു. നീ എന്ത് അധികാരത്തിലാണ് ഇത് ചെയ്യുന്നത് എന്ന യഹൂദ പ്രമാണികളുടെ ചോദ്യത്തിന് കർത്താവ് കൊടുക്കുന്ന മറുപടി ഈ ദേവാലയത്തെ നശിപ്പിക്കുക എന്നാണ്. അതായത് അതിന് നിലനിൽപ്പില്ല എന്ന പ്രവചനമാണ് കർത്താവ് നടത്തിയത്. തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ് അവിടുന്ന് പറഞ്ഞതെന്നുള്ള യോഹന്നാൻ്റെ വ്യാഖ്യാനത്തോടൊപ്പം ഈ ഉൾക്കാഴ്ചയ്ക്കും സ്ഥാനമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ക്രിസ്തു രാജ്യത്വ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് ഒരു ആത്മശോധന കൂടിയായിട്ടാണ്. ഏതെല്ലാം വിശുദ്ധ സ്ഥലങ്ങളിലാണ് അധികാരം ഭൗതികമാകുന്നത്, ആധിപത്യമാകുന്നത്, അടിച്ചമർത്തലാകുന്നത് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ആത്മശോധന. ഓരോ വ്യക്തിയും ഇത് നടത്തണം. എല്ലാ അധികാരികളും ഈ ആത്മശോധന നടത്തണം. സമാധാനത്തിൻ്റെ രാജാവാണ് കർത്താവീശോ. എന്നാൽ അസമാധാനത്തിലേക്കും യുദ്ധങ്ങളിലേക്കും നയിക്കുന്നവരല്ലേ സ്വയം രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണാധികാരികൾ എല്ലാവരും തന്നെ.
മെത്രാൻ, സുപ്പീരിയർ, മിനിസ്റ്റർ എന്നിങ്ങനെയുള്ള സേവന സംജ്ഞകൾ എത്രമാത്രം ഭൗതികമായി തീർന്നിട്ടുണ്ട് എന്ന് ഈ ആത്മശോധനയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ക്രിസ്തു രാജാവായത് താഴ്ന്നിറങ്ങലിലൂടെയാണ്. മനുഷ്യാവതാരത്തിൽ തുടങ്ങിവെച്ച താഴ്ന്നിറങ്ങൽ കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോഴും തുടർന്നു. അപ്പം കൊടുക്കുന്ന രാജാവ് സ്വയം അപ്പമായി തീർന്നു. ഗുരുവും നാഥനുമായിരുന്നവൻ അടിമയായി. ഒന്നാം സ്ഥാനം തേടുന്നതിന് പകരം ഒടുവിലത്തെ സ്ഥാനം തേടാൻ അവിടുന്ന് പഠിപ്പിച്ചു. എല്ലാം അങ്ങിൽ ചുരുക്കി എഴുതിയ കർത്താവ് പുതിയ നിയമത്തിൻ്റെ നിയന്താവായി. തൻ്റെ രാജ്യത്തിൻ്റെ വിശാലത ഒരു ഹൃദയത്തിലേക്ക് അവിടുന്ന് ഒതുക്കി. അങ്ങനെ അവിടുന്ന് സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിൻ്റെ നാഥനും രാജാവുമായി. അവിടുത്തെ രാജ്യത്തിൻ്റെ അതിരില്ലാത്ത വിശാലത ഒരു ഹൃദയത്തിൻ്റേതാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. ഇതാണ് ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ അനുസ്മരിക്കേണ്ടത്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് എന്ന കർത്താവിൻ്റെ ആ ഓർമ്മപ്പെടുത്തൽ ഇവിടെയും അവിടുന്ന് തുടരുകയാണ്. അവിടുത്തെ രാജ്യത്വ തിരുനാളും ഈ അർത്ഥത്തിൽ നമുക്ക് ആഘോഷിക്കാം. ഏവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ, CST.